ഹലോ, ഒരു ചെറിയ പെട്ടിക്കൂട് കണ്ടില്ലേ? ഇതെന്താണെന്ന് മനസ്സിലായോ? സംഭവം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഈ ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്കറികളും പിന്നെ ചെറിയ രീതിയിലുള്ള പച്ചക്കറികൾ, തക്കാളി, കോളിഫ്ലവർ അങ്ങനെ പലതും പലതിലായിട്ട് കാണും കേട്ടോ. അപ്പോൾ ഇതെന്താന്ന് നോക്കാം അല്ലേ? ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം എടുക്കാം കേട്ടോ ഇതിൽ നിന്ന്. പിന്നെ ഇതിൽ അവർ താഴത്ത് നമുക്ക് ഇതെങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നുള്ള കുറേ ലീഫ്ലെറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ ഒരു കൃഷി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വിളവാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ 1 കിലോമീറ്ററിൽ ഇങ്ങനത്തെ 2 പെട്ടിക്കൂടുകൾ ഇതുപോലെ ചെടി വെച്ചിട്ട് ഇതുപോലെ ലീഫ്ലെറ്റൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് സെയിം കളറിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്ലോ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഈ സ്ലോ ഫുഡ് എന്നത് ഒരു ആഗോള പ്രസ്ഥാനമാണ്. അത് പ്രാദേശിക ഭക്ഷണം, പരമ്പരാഗത ഭക്ഷണ രീതി, പരിസ്ഥിതി സൗഹൃദ കാർഷിക രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത് തുടങ്ങിയത്. ഇത് 1986 ഇറ്റലിയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് ഫുഡിന് എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ 2 ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടിരിക്കുന്നത് സ്ലോ ഫുഡ് ഫാഫൻ വിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ കേട്ടോ എഴുതി വെച്ചേക്കണത്. അപ്പോൾ ഈ ഫാഫൻ വിങ്കൽ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള പ്ലേസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ ബവേറിയയിലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളതും നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ളതും അതുപോലെ ഇവിടെ പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളും പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളൊക്കെ ഇപ്പോഴും പരിപാലിക്കപ്പെടുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും ഈ സ്ലോ ഫുഡ് പ്രസ്ഥാനം ഒരു അടിപൊളി ആശയമാണെന്ന് തോന്നി. ഞാനതിൽ നിന്ന് 2 പെപ്പർമിൻറ്റിൻ്റെ ലീഫൊക്കെ എടുത്തിട്ട് പോന്നു കേട്ടോ. അവിടെ മിൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ തക്കാളിയുടെ ചെടി ഉണ്ടായിരുന്നു, പിന്നെ ഇവർ സാധാരണ യൂസ് ചെയ്യുന്ന പേഴ്സ്ലി ലീഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അതൊന്നും പിന്നെ ഞാനധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ എനിക്ക് പേരറിയാത്ത ഒരുപാട് ഇവർ ഇവിടെ യൂസ് ചെയ്യുന്ന കുറേ ഇലക്കറികളുണ്ട്. പിന്നെ എനിക്ക് അറിയുന്നതായിട്ട് അതിൽ പിന്നെ ഞാൻ കണ്ടത് സ്ട്രോബെറിയുടെ ചെടികൾ കണ്ടു കേട്ടോ. ഇവിടെ സ്ട്രോബെറി നല്ല രീതിയിൽ വളരും. സ്ട്രോബെറിയുടെ കണ്ടു. പിന്നെ ഈ കാട് പോലെ ഇതിപ്പം ഞാൻ കാണിക്കുന്നത് 2ാമത്തെ ഭാഗത്തുള്ളതാണ്. ആദ്യം കാണിച്ചതല്ല, പിന്നെ കാണിക്കുന്നത് വേറെ സൈഡിൽ നിന്നാണ് കേട്ടോ ഇതുള്ളത്. ഇതിലും ഒരുപാട് ചെടികളുണ്ട്. എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിർത്തുവാണേ. ഇനി വേറൊരു വീഡിയോയിൽ വേറൊരു വിഷയമായി വരുന്നതായിരിക്കും. ബൈ.